വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് തന്നെ ചേർന്നിരിക്കുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം ബുധനാഴ്ചകളിലാണ് മന്ത്രിസഭാ യോഗം ചേരാറ്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ ക്യാബിനറ്റ് ചേർന്നിരിക്കുന്നു. വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അത് ശ്ലാഘനീയമായ അഭിനന്ദനീയമായ തീരുമാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശാ വർക്കർമാരുടെ അവരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ സമരപ്പന്തൽ മാസങ്ങൾക്ക് മുൻപ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ സന്ദർശിച്ചപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ച് നിങ്ങൾക്ക് വേണ്ടത് തന്നിരിക്കും എന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞു. ഇന്ന് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അതാണ്. വാക്ക് പറയുക, ഒരു വാക്ക് കൊടുക്കുക, അതും പാവപ്പെട്ട കുറച്ച് സ്ത്രീകൾക്ക് വാക്ക് കൊടുക്കുന്നു. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തു? വാക്ക് പാലിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അഭിനന്ദനം തന്നെ. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ, പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ വിഷയമായത്. ആദ്യ ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങൾ പുറത്ത് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ വാർത്താസമ്മേളനങ്ങളുടെ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനീയമായ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, നമ്മൾ അതിനെ പരക്കെ അംഗീകരിക്കുന്നില്ല, എന്നാൽ പോലും അവർ അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഓണറേറിയത്തിൽ 3000 രൂപ വർധന എന്നുള്ളതാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ്, പാവപ്പെട്ട വയസ്സായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട്, വൃദ്ധരായ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കുമായിട്ട് ഒരു പ്രത്യേക വകുപ്പ്, അവരുടെ ക്ഷേമത്തിനായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം അവർ പലപ്പോഴും നമ്മുടെ ഓർമ്മകളിലോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലോ വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ കടന്നു വരാറുള്ളൂ. അല്ലെങ്കിൽ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് രോഗാവസ്ഥ, അതുപോലെ ആരുമില്ലാത്ത അവസ്ഥ, നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, മക്കളുണ്ടായിട്ട് നോക്കാത്ത അവസ്ഥ, അങ്ങനെ നിരവധി പ്രതിസന്ധികൾ പാവപ്പെട്ട വയസ്സായ വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരെ പരിപാലിക്കുന്നതിനായി, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതിനായി ഒരു പ്രത്യേക വകുപ്പ് എന്നത് വളരെ പോസിറ്റീവായ ഒരു മന്ത്രിസഭായോഗ തീരുമാനം തന്നെയാണ്. ആശാമാരുടെ ഓണറേറിയം ആദ്യഘട്ടം 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടമാണ് 1000 രൂപ കൂട്ടിയത്. പാചക തൊഴിലാളികളുടെ വേതനവും 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർ, ആയമാർ എന്നിവരുടെ വേതനത്തിലും 1000 രൂപയുടെ വർധന വരുത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് രക്ഷാപ്രവർത്തനം നടത്തിയല്ലോ, വലിയ ബാറ്റണൊക്കെ ആയിട്ട്. പുനരന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ജനാബലിയെ സാക്ഷി നിർത്തിയാണ് സത്യപ്രതിജ്ഞ നടന്നത്. അതിനുശേഷമാണ് ഈ ഒരു സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴേക്കിടയിലുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ, അംഗനവാടി ആയമാരുടെ, അംഗനവാടി വർക്കർമാരുടെ, ടീച്ചർമാരുടെ, അവരൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി മുണ്ടുമുറുക്കിയെടുത്ത് പണിയെടുക്കുന്നവരാണ്, സാധാരണക്കാരായ തൊഴിലാളികളാണ്. അതിനുശേഷമേ സർക്കാർ ജീവനക്കാരും അതുപോലെയുള്ള ആളുകളും വരുന്നുള്ളൂ. ഏറ്റവും താഴേക്കിടയിൽ പാവപ്പെട്ട സ്ത്രീകളായ ജീവനക്കാരുടെ, അവരുടെ ഒക്കെ വേതനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർത്തും അഭിനന്ദനാർഹമായ കാര്യം. തുടർന്നും ജനകീയമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് കൈക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാ വർക്കർമാരുടെ സമരം. അവർ കാലങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കാനും അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാനും ഒക്കെ ഇടതുപക്ഷ നേതാക്കളും CPM നേതാക്കളും CPM സൈബർ ഹാൻഡിലുകളും ഒക്കെ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അവർക്ക് ഒരാശ്വാസമായിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ മറ്റു കാര്യങ്ങളിലും, അവരുടെ ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ടും അവരുടെ മറ്റ് അലവൻസുകളുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഇനി ചേരുന്ന മന്ത്രിസഭാ യോഗങ്ങൾ കൃത്യമായി തീരുമാനമെടുക്കും. ഇതാണ് സാധാരണക്കാർ, അടിസ്ഥാന വർഗ തൊഴിലാളികൾ, സ്ത്രീകൾ, കുട്ടികൾ, അവരുടെയൊക്കെ കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണം. ഇടത്തരക്കാർ, പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവരുടെ കാര്യത്തിലൊക്കെയാണ് ഏറ്റവും അടിയന്തരമായി ഒരു സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാതെ കയറുന്ന ഉടനെ ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം 1.5 ലക്ഷം രൂപ കൂട്ടി, അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെയും അതുപോലെ IAS ഉദ്യോഗസ്ഥരുടെയും കളക്ടറുടെയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളം, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളം ഇത്ര രൂപ കൂട്ടി എന്ന് പറയുന്നതിലപ്പുറം ഈ പാവങ്ങളുടെ ശമ്പളം കൂട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും കേൾക്കാനും അറിയാനും ഒക്കെ തന്നെ നമുക്ക് സന്തോഷകരമായ കാര്യം, ഏറ്റവും നല്ല കാര്യം എന്നതിൽ ഒരു തർക്കവുമില്ല.